നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSU തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻ ജോസിനെ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയിലിട്ട് മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ രജിസ്ട്രാർക്ക് കേരള സർവകലാശാലയിൽ VCD നിർദ്ദേശം. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ആവശ്യപ്പെട്ടു. SFI പ്രവർത്തകർ സാൻ ജോസിനെ ഹോസ്റ്റലിലെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. KSU ജില്ലാ ഭാരവാഹി കൂടിയായ സാൻ ജോസിനാണ് അതിക്രൂരമായ മർദ്ദനമേറ്റത്. സാൻ ജോസിനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച KSU പ്രവർത്തകർക്ക് നേരെയും SFI അതിക്രമമുണ്ടായി. M. വിൻസെന്റ് MLA പോലീസ് നോക്കി നിൽക്കെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഇതിനെ തുടർന്ന് കാര്യവട്ടത്ത് മണിക്കൂറുകളോളമാണ് സംഘർഷാവസ്ഥയുണ്ടായത്. കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയാണ് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ കവാടത്തിന് മുന്നിൽ വെച്ച് സാൻ ജോസിനെ SFI പ്രവർത്തകർ ആദ്യം മർദ്ദിച്ചത്. തുടർന്ന് സംഘടിതരായ SFI പ്രവർത്തകർ സാൻ ജോസിനെ ക്യാമ്പസിന് പിന്നിലെ ഹോസ്റ്റലിന് സമീപത്തും ഇടിമുറിയിലും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ സാൻ ജോസിന് സാരമായി പരിക്കേറ്റു. പിന്നീട് പോലീസ് എത്തിയാണ് സാൻ ജോസിനെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും സാൻ ജോസിനെ പ്രവേശിപ്പിച്ചു. സാൻ ജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇതോടെ KSU പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ മുന്നിൽ ഉപരോധം ആരംഭിച്ചു. ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ KSU ഉപരോധം തുടരുന്നതിനിടയിൽ ഇവിടേക്ക് സംഘടിച്ചെത്തിയ SFI പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ അതിക്രമം അഴിച്ചുപിടിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയ M. വിൻസെന്റ് MLA പോലീസ് നോക്കി നിൽക്കെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. കാറിൽ നിന്നിറങ്ങിയ MLA SFI പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂര മർദ്ദനത്തെക്കുറിച്ച് സാൻജോ മലയാളി വാർത്തയോട് നടത്തിയ പ്രതികരണം ഇങ്ങനെ: സാന്റോസ് പൂക്കോട് വെറ്ററിനറി കോളേജ് സിദ്ധാർത്ഥിന് ഇടിമുറിയിൽ SFIയുടെ ഇടിമുറി ഇടിച്ചതുപോലെ താന്തൽക്ക് ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിൽ SFIയുടെ ഇടിമുറിയിൽ ഇടിയിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? സത്യത്തിൽ അത് ഞങ്ങളെ പുറത്തുനിന്ന് വലിച്ചഴിച്ചാണ് ആ റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. വലിച്ചഴിച്ചെന്ന് പറഞ്ഞാൽ നടു റോഡ് ഇട്ട് ഞങ്ങളെ വലിച്ചഴിച്ചിട്ടാണ് അവന്മാർ അതിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയതിനു ശേഷം അവിടെ ഇട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും മാറി മാറി വന്ന് അത് പ്രധാനമായിട്ട് അവിടെ ഒരു റിസർച്ചിന്റെ, അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ചെയർമാനുണ്ട് അജിന്ത ജയ്, പഴയ സെന്റ് മെമ്പറാണ്. അയാളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി മുഴുവൻ അവിടെ അരങ്ങേറിയത്. അപ്പൊ അതിൽ അഭിജിത്ത് എന്ന് പറയുന്ന SFIയുടെ ഭാരവാഹിയാണ് എന്നെ അതിനകത്തോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോയത്. പിന്നെ അവിടെ വെച്ച് എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചമർത്തുകയും മൃഗീയമായി വർദ്ധിക്കുകയും ഷൂസ് കൊണ്ട് എന്റെ കാലിൽ ചവിട്ടി അമർത്തുകയൊക്കെ ചെയ്തു. പിന്നെ എന്റെ തലയ്ക്കടിക്കുകയും എന്റെ ചെവിയുടെ താഴെയായിട്ട് അടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ഞങ്ങളെ പുറത്തിറങ്ങി ലക്ഷം നീ പുറമെ നിങ്ങൾ എടുക്കും, അതിനു വേണ്ടി പ്ലാനിങ് തന്നെയാണ് ഞങ്ങൾ നിന്നത്. അപ്പൊ നിന്നെ ഇനി അങ്ങ് ഞങ്ങൾ എടുക്കാം. ഇനി ഇവിടെ ഒരു ബോർഡും ഫ്ലെക്സും നീയൊന്നും വെക്കാൻ പാടില്ല. ഒരു സംഘടനയും ഞങ്ങളുടെ മുകളിൽ വേണ്ട. ഇവിടുത്തെ രജിസ്ട്രാറും ഒക്കെ ഞങ്ങളുടെ ആളാണ്. സിൻഡിക്കേറ്റ് സെന്റൊക്കെ ഞങ്ങളാണ്. ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ധാർഷ്ട്യത്തോടു കൂടെയും വളരെയധികം ഞങ്ങളെ മാനസികമായിട്ടും ഒക്കെ അതിനകത്ത് ടോർച്ചർ ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു ആ 121 റൂമിൽ നടന്നത്. ഒരു കാര്യം ഇടപെടാം. ഇത് ഈ പ്രശ്നം നടന്നപ്പോൾ M. വിൻസെന്റ് MLA ഈ സംഭവ സ്ഥലത്ത് എത്തി. വിൻസെന്റ് MLA ചെയ്തതിനും കയ്യേറ്റുണ്ടായ എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് സത്യമാണോ? അത് എനിക്ക് തോന്നുന്നു അത് ശ്രീകാര്യത്ത് വെച്ചാണെന്ന് തോന്നുന്നു നടന്നിട്ടുള്ളത്. ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് തന്നെ പോലീസാണ് എന്നെ പുറത്തിറക്കുകയും അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയതും പോലീസാണ്. ശ്രീകാര്യം പോലീസാണ് എന്നെ കൊണ്ടുപോയത്. നിങ്ങളെ KSUവിന്റെ സൈന്യം എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ അവരോട്? ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല സർ. ഉണ്ടായിട്ടില്ല അല്ലേ? അതായത് അവരെ ഇടിമുറിയിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ സാന്റോസ് മാത്രം ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ? ഞാനും ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിനെ അവര് അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ എനിക്കാണ് അടി കിട്ടിയത്. പുള്ളിയൊന്നും ചെയ്തില്ല, എനിക്കാണ് തല്ല് കിട്ടിയത്. സാൻ ജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്നലെ രാത്രി ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച KSU പ്രവർത്തകരെതിരെ കേസെടുത്തു. സാൻ ജോസിന്റെ പരാതിയിൽ SFIക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി KSUവിന്റെ ഉപരോധത്തിൽ ഉണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിരുന്നു. കൺട്രോൾ റൂമിലെ പോലീസുകാരനാണ് വയറിന് പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.